ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിമ ഡയറീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനു മുമ്പ് ഞാൻ ഓറിയോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. മുകളിൽ ഐക്കാർഡിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഫ്രീസറിൽ ഏകദേശം അരമണിക്കൂർ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിന്ന് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് സ്റ്റാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ടാണ്. ഓറിയോ ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ നോർമലി ബീറ്ററും ബൗളും ഉപയോഗിച്ചിട്ടാണ്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിവിടെ കെൻവുഡിൻ്റെ സ്റ്റാൻഡ് മിക്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളാണ് ഞാൻ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതും. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇതിനാകെ 6 സ്പീഡാണ് ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും ലോ സ്പീഡിൽ, അതായത് 1 ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, തനിയെ ഒന്ന് കറങ്ങിക്കോളും. നമ്മൾ താഴെ വെക്കുന്ന ബൗളാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ പതുക്കെ സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ബീറ്റർ ഓഫ് ചെയ്യാണ്. പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് ക്രീം എടുത്തൊന്ന് കമത്തി പിടിച്ച് നോക്കി, താഴേക്ക് ചാടുന്നില്ല. അതിനർത്ഥം നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ ബ്ലേഡ് ഫുള്ള് ക്രീമിൽ മുങ്ങി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ബ്ലേഡിൽ ക്രീം ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീറ്റർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കറക്കിയിട്ട് പതുക്കെ പൊക്കിയിട്ട് എടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ ബീറ്ററിൽ ക്രീമൊന്നും അധികം ഉണ്ടാവാതെ നമുക്ക് കിട്ടും. ഇനി സ്റ്റാൻഡ് മിക്സറിൽ നിന്ന് ബൗളും എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചോക്ലേറ്റ് ഐസ്ക്രീം ആക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാഡ്ബറിയുടെ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പൊതുവേ ഈ ഒരു ബ്രാൻഡാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ കൊക്കോ പൗഡർ നമുക്ക് 3 ടേബിൾ സ്പൂണാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് ചെറിയ കട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് അരിച്ചെടുത്തിട്ടാണ് ഞാൻ ക്രീമിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കട്ടയൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് പൊടി കിട്ടും. ഇനി ഇത് ഒരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ബീറ്റർ യൂസ് ചെയ്താലും മതി, പെട്ടെന്നായി കിട്ടിക്കോളും. ഒരുപാട് അങ്ങ് കറക്കരുത്, പതുക്കെ കറക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ ക്രീം ഓവറായിട്ട് ലൂസായിട്ട് പോകും. ഞാനിവിടെ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ മധുരമൊന്നും ചേർക്കുന്നില്ല. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിന് മധുരം ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് 1 കപ്പ് മിൽക്ക് മെയ്ഡ് അഥവാ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവേർഡ് വെർമിസെല്ലി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളടുത്ത് ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഐസ്ക്രീമിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാണ്. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി ഞാനിത് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷമാണ് അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ ഐസ്ക്രീമിൽ ഐസ് ക്രിസ്റ്റൽസ് ഇല്ലാതെ കിട്ടും നമുക്ക്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിത് അടച്ചു വെച്ച് ഏകദേശം 6 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. 6 മണിക്കൂറിന് ശേഷം ഞാൻ ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഐസ്ക്രീം ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും ചോക്ലേറ്റ് ഫ്ലേവേർഡ് വെർമിസെല്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.